ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ കാലമായിട്ട് ഇപ്പോൾ ഞാൻ ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോസ് എടുക്കാറില്ല. ഇപ്പോൾ ഞാൻ ഇന്ന് തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾ വേറെ സോഴ്സിൽ നിന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് തൊട്ടിട്ട് ഞാൻ ഈ കറണ്ട് അഫയേഴ്സ് ക്ലാസ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ജൂലൈ 5-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്, അതായത് ഇന്നലെ വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ന്യൂസ്: coal production from captive and commercial coal mines register a growth of 35% in the first quarter of financial year 25. അപ്പോൾ കോൾ പ്രൊഡക്ഷൻ ഫ്രം ക്യാപ്റ്റീവ് ആൻഡ് കൊമേഴ്ഷ്യൽ കോൾ മൈൻസിൽ നിന്നുമുള്ള കോൾ പ്രൊഡക്ഷൻ ഒരു ഗ്രോത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അതായത് 35% ഗ്രോത്താണ് ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് ഫിസിക്കൽ ഇയർ 25 ഫസ്റ്റ് ക്വാർട്ടറിൽ 35% ഗ്രോത്താണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. The Ministry of Coal has achieved a remarkable increase in coal production and dispatch from captive and commercial coal blocks for the first quarter, that is period 1st April തൊട്ടിട്ട് 30 ജൂൺ വരെയാണ് ഈ 35% വർധനവ് ഉണ്ടായിട്ടുള്ളത്. Production of coal has increased by 35% year on year from 29.26 million ton in quarter 1. അത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് 29.26 ആണ്, മില്യൺ ടൺസ് ആണ് ഉണ്ടായിരുന്നത്. അത് ഈ വർഷം 39.53 മെട്രിക് ടൺസ് ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഗ്രോത്ത്. 34.25% ഗ്രോത്ത് ആണ് ഉണ്ടായിട്ടുള്ളത്, അപ്രോക്സിമേറ്റ്ലി 35%. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. 2 days ഗ്ലോബൽ ഇന്ത്യ AI സമ്മിറ്റ് 2024 കിക്ക് സ്റ്റാർട്ടഡ് അറ്റ് ന്യൂഡൽഹി. അപ്പോൾ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഗ്ലോബൽ ഇന്ത്യ AI സമ്മിറ്റ് 2024 ന്യൂഡൽഹിയിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 days ഗ്ലോബൽ ഇന്ത്യ AI സമ്മിറ്റ് 2024 ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഭാരത് മണ്ഡപത്തിൽ വെച്ചാണ് അത്, ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപം. ആൻഡ് ദ ഓപ്പണിംഗ് സെറമണി വാസ് ഗ്രേസ്ഡ് ബൈ ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, റെയിൽവേസ് ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ശ്രീ അശ്വിനി വൈഷ്ണവാണിത് ഇനോഗ്രേറ്റ് ചെയ്തത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഡോക്ടർ BN ഗംഗാധർ അപ്പോയിൻറ്റഡ് ആസ് ചെയർപേഴ്സൺ ഓഫ് ദ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. അപ്പോൾ ഡോക്ടർ BN ഗംഗാധറിനെ ചെയർപേഴ്സൺ ഓഫ് നാഷണൽ മെഡിക്കൽ കമ്മീഷനായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് അതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ക്രിപ്റ്റോ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം CoinDCX അക്വയേഴ്സ് MENA റീജിയൻസ് ബിറ്റ് ഒയാസിസ്. അപ്പോൾ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോമായ CoinDCX ഇപ്പോൾ അക്വയർ ചെയ്തിരിക്കുകയാണ്. വിർച്വൽ ഡിജിറ്റൽ അസറ്റ്സ് പ്ലാറ്റ്ഫോമായ ബിറ്റ് ഒയാസിസിനെയാണ് അക്വയർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. RBI അപ്പോയിൻറ്റ്സ് ശ്രീമതി ചാരുലത S. Kar ആസ് എ ന്യൂ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. അപ്പോൾ RBI അപ്പോയിൻറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ചാരുലത S. Kar എന്ന് പറയുന്ന ലേഡിയെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നീതി ആയോഗ് ടു ലോഞ്ച് സമ്പൂർണത അഭിയാൻ. അപ്പോൾ നീതി ആയോഗ് സമ്പൂർണത അഭിയാൻ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിച്ചാൽ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നീതി ആയോഗ് ഈസ് ലോഞ്ചിങ് സമ്പൂർണത അഭിയാൻ, എ 3-month campaign from 4th July to 30th September to undertake a sustainable effort to achieve saturation of 6 key indicators in aspirational districts and 6 key indicators in aspirational blocks across the country. അപ്പോൾ അതാണ് സമ്പൂർണത അഭിയാൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. 6 കീ ഇൻഡിക്കേറ്റേഴ്സ് ഇൻ ആസ്പിറേഷണൽ ബ്ലോക്സിലും അതേപോലെ 6 കീ ഇൻഡിക്കേറ്റേഴ്സ് ഇൻ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സിലും കൊണ്ടുവരാനാണ്, അച്ചീവ് ചെയ്യാനാണ് അതിൻ്റെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം.
സ്മാർട്ട് സിറ്റീസ് മിഷൻ എക്സ്റ്റെൻഡഡ് ടിൽ മാർച്ച് 2025. അപ്പോൾ സ്മാർട്ട് സിറ്റീസ് മിഷൻ മാർച്ച് 2025 വരെ എക്സ്റ്റെൻഡ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് വായിക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. NPCI, അതായത് നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇന്റർനാഷണൽ പാർട്ട്നേഴ്സ് വിത്ത് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ ടു എക്സ്പാൻഡ് UPI ആക്സെപ്റ്റൻസ് ഇൻ UAE. അപ്പോൾ NPCI ഇന്റർനാഷണൽ പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുകയാണ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ ആയിട്ട് UPI ആക്സെപ്റ്റൻസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. UAEയിൽ UPI ആക്സെപ്റ്റൻസ് വർദ്ധിപ്പിക്കാൻ, എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. NABARD partners with online PSB loans limited to digitalize Jan Suraksha schemes for regional rural banks. അപ്പോൾ NABARD, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുകയാണ് ഓൺലൈൻ PSB ലോൺസ് ലിമിറ്റഡ് ആയിട്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൻ സുരക്ഷാ സ്കീംസ് ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റീജിയണൽ റൂറൽ ബാങ്ക്സിൽ ജൻ സുരക്ഷാ സ്കീംസ് ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വായിക്കാം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യാബുൾസ് ഹൗസിംഗ് ഫിനാൻസ് റീബ്രാൻഡ്സ് ഇറ്റ്സെൽഫ്, നെയിം ചേഞ്ച്ഡ് ടു സമ്മാൻ ക്യാപിറ്റൽ. അപ്പോൾ ഇന്ത്യാബുൾസ് ഹൗസിംഗ് ഫിനാൻസ് അവരെ സ്വന്തം പേരൊക്കെ ഒന്ന് മാറ്റിയിട്ട് എന്താ പറയുക, പുതിയ പേരൊക്കെ കൊടുത്തിട്ട് അവർ റീഫിനാൻസ് എന്താ പറയുക, റീബ്രാൻഡ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സമ്മാൻ ക്യാപിറ്റൽ എന്നാണ് അതിൻ്റെ പേര്. ഇന്ത്യാബുൾസ് ഹൗസിംഗ് ഫിനാൻസിന് സമ്മാൻ ക്യാപിറ്റൽ എന്ന പേരിലായിരിക്കും അറിയപ്പെടുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. ഇന്ത്യാബുൾസ് ഹൗസിംഗ് ഫിനാൻസ് ഹാസ് റീബ്രാൻഡഡ് ഇറ്റ്സെൽഫ് ആസ് എ സമ്മാൻ ക്യാപിറ്റൽ ആഫ്റ്റർ റിസീവിംഗ് ദ നെസസറി അപ്രൂവൽസ് ഫ്രം റെഗുലേറ്ററി അതോറിറ്റീസ്. This includes the certificate of incorporation from Registrar of Companies and the certificate of registration from NBFC ICC, Investment and Credit Company, from Reserve Bank of India. അതൊക്കെ നേടിക്കൊണ്ടാണ് ഈ പേര് ചേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സ്റ്റാർ ഹെൽത്ത് ലോഞ്ചസ് ഹോം ഹെൽത്ത് കെയർ ഇനീഷ്യേറ്റീവ് ടു കവർ 50 cities and towns in phase 1. അപ്പോൾ സ്റ്റാർ ഹെൽത്ത് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഹോം ഹെൽത്ത് കെയർ ഇനീഷ്യേറ്റീവ് ടു കവർ 50 cities ആൻഡ് ടൗൺസിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോം ഹെൽത്ത് കെയർ ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. സ്റ്റാൻഡലോൺ health insurance company, Star Health and Allied Insurance Company, with an aim to providing healthcare services at a doorstep, has launched the home healthcare services in 50 cities, a top official said. അപ്പോൾ ഒരു ടോപ്പ് ഒഫീഷ്യലാണിത് പറഞ്ഞത്. ഹോം ഹെൽത്ത് കെയർ സർവീസസ് 50 സിറ്റീസിൽ ലോഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡോർ സ്റ്റെപ്പിൽ നമുക്ക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യും, ഈ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. NIC ആൻഡ് സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യ സൈൻഡ് MOU. അപ്പോൾ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്ററും അതേപോലെ സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യയും കൂടിയിട്ട് ഒരു MOU, മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, സൈൻ ചെയ്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസിന് വേണ്ടിയിട്ടാണ്. ഫോർ ഡിറ്റക്റ്റിംഗ് ആൻഡ് ക്ലാസിഫൈങ് ലാർജ് കാർഡമം ഡിസീസസ് ഇൻ സിക്കിം. അപ്പോൾ ഏലക്കായിൽ വരുന്ന ഓരോ ഡിസീസസ് ക്ലാസിഫൈ ചെയ്യാനും ഡിറ്റക്ട് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് AI ടൂൾസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. NIC എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്ററും സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യയും കൂടിയിട്ട്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇൻ്റർനാഷണൽ പ്ലാസ്റ്റിക് ബാഗ് ഫ്രീ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 3 ജൂണാണ്. അപ്പോൾ എല്ലാ വർഷവും 3 ജൂണാണ് ഇൻ്റർനാഷണൽ പ്ലാസ്റ്റിക് ബാഗ് ഫ്രീ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് ബാഗ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഹാംഫുൾ ആയിട്ടുള്ള എഫക്ട്സ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവയർനെസ് റേസ് ചെയ്ത് കൊടുക്കാനും ആൾക്കാരിൽ എത്തിക്കാനും കാര്യങ്ങളൊക്കെ, അതേപോലെ പീപ്പിളിനെ എൻകറേജ് ചെയ്യാൻ സസ്റ്റൈനബിൾ ഓൾട്ടർനേറ്റീവ്സ്, പ്ലാസ്റ്റിക്കിന് പകരമായിട്ടുള്ള സസ്റ്റൈനബിൾ ഓൾട്ടർനേറ്റീവ്സ് അഡോപ്റ്റ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഇൻ്റർനാഷണൽ പ്ലാസ്റ്റിക് ബാഗ് ഫ്രീ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 3 ജൂൺ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ആന്ധ്രാപ്രദേശ് ചീഫ് മിനിസ്റ്റർ ലോഞ്ചസ് NTR ഭരോസ പെൻഷൻ സ്കീം. അപ്പോൾ ആന്ധ്രാപ്രദേശ് ചീഫ് മിനിസ്റ്റർ
NTR ഭരോസ പെൻഷൻ സ്കീം ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് ലെഡ് ബൈ തെലുഗു ദേശം പാർട്ടി TDP പ്രസിഡന്റ് ആൻഡ് ചീഫ് മിനിസ്റ്റർ N. Chandrababu Naidu ലോഞ്ചിങ് ദ NTR ഭരോസ പെൻഷൻ സ്കീം എയിംഡ് അറ്റ് distributing enhanced amounts of pensions among various sections of people. A total of 4,408 crore was distributed as pensions among 6.531 million beneficiaries of 28 different categories at their doorstep. അപ്പോൾ ആന്ധ്രാപ്രദേശ് ചീഫ് മിനിസ്റ്റർ ആണ് ഇപ്പോൾ NTR ഭരോസ പെൻഷൻ സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. സെൻറ്റർ ഇഷ്യൂസ് സ്കീം ഗൈഡ് ലൈൻസ് ഫോർ ഫണ്ടിങ് ഓഫ് ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ് അണ്ടർ ദ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ. അപ്പോൾ സെൻറ്റർ ഇഷ്യൂ ചെയ്തിരിക്കുകയാണ് സ്കീം ഗൈഡ് ലൈൻസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഫണ്ടിങ് ഓഫ് ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ് അണ്ടർ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ്റെ അണ്ടറിൽ ടെസ്റ്റിംഗ് ഫെസിലിറ്റീസിനെ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ പുതിയ സ്കീം ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിക്കാം. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് ഇഷ്യൂഡ് എ ഗൈഡ് ലൈൻസ് ഫോർ ഫണ്ടിങ് ഓഫ് ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേറ്ററി framework under the National Green Hydrogen Mission. The scheme guidelines have been issued by the Ministry of New and Renewable Energy. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ സെൻറ്റർ ഇഷ്യൂ ചെയ്തിരിക്കുകയാണ് ഗൈഡ് ലൈൻസ് ഫോർ ഫണ്ടിങ് ഓഫ് ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ് അണ്ടർ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരിവൺ.